ഇനി നമ്മൾ പോകുന്നത് അയോധ്യ നഗരത്തിലെ ഒരു ഗോശാലയിലേക്കാണ്. നൂറുകണക്കിന് പശുക്കളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രമാണിത്. ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രം നടത്തുന്നത്. അയോധ്യ ക്ഷേത്രത്തിന് ചേർന്നാണ് ഗോശാലയിലൊന്ന്. മറ്റൊന്ന് സമീപത്തുള്ള ഹനുമാൻ ഗഡിക്കടുത്തും. 100ഓളം പശുക്കൾ പരിപാലിക്കാനായി ക്ഷേത്രം നേരിട്ട് നിയമിച്ചവരും. പശുക്കളുടെ പാൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്കും അയോധ്യ ക്ഷേത്രത്തിലേക്കും പോകും. ഗോമാതാവ് എന്ന സങ്കല്പത്തിൽ അതീവ ശ്രദ്ധയോടെ പരിപാലനം. जी ये हनुमान जी का गौशाला है, हनुमान गढ़ी का गौशाला है। ये सारी हनुमान जी की गैया है। ये जितनी गैया है ये हनुमान जी की गैया है। और जो यहाँ का जितना भी दूध होता है वो सारा हनुमान जी के लिए जाता है। ये यहाँ का दूध नहीं जो बिकता नहीं है, ये कुछ बेचा नहीं जाता है यहाँ का दूध। और बाकी ये जितनी है ये गैया एक हिसाब से अनाथ गैया है। हमारी मंदिर के लिए और गौ सेवा के लिए ही होता है यहाँ पे जी। यह गौशाला लगभग 100-150 साल पुराना ये, और मांगड़ी का तो जब से मांगड़ी मंदिर है वो वाला वो बहुत पुराना है, जिसमें मंदिर है जी। നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കളെയും സംരക്ഷിക്കും. ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പശുക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ കാര്യമായി സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ വളരെ ഭംഗിയായിട്ടാണ് വളർത്തുകയും ഇതിന്റെ ഈ പശുവിന്റെ പാലൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പോവുകയും മറ്റും ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു സേവനം, അതായത് പശുക്കളെ സംരക്ഷിക്കുക, അതിനെ സേവിക്കുക, അതിനെ ഗോമാതാവിനെ പോലെ കാണുക എന്നതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18.